ഡ്രസ്സിൽ നിന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അമ്മയെ നോക്കി. അമ്മ പറഞ്ഞു മരിച്ചു വീണാൽ ഞാനിവിടെ മരിച്ചു വീഴട്ടെ എന്ന് പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് വന്ന കുട്ടിയാണ് ശരണ്യ. അതൊരു നിമിത്തം പോലെ അവസാനം അവളുടെ മരണം പറയാൻ വേണ്ടിയിട്ട് ഡോക്ടർ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ചെന്നു, അത് കേൾക്കാൻ വേണ്ടി ചെന്നു. ഡോക്ടർ മറുപടിയും പറഞ്ഞു. മണിച്ചിട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രോഗ്രാം തുടങ്ങി ഇത്തിരി കഴിയുമ്പോൾ സാക്ഷാൽ കലാഭവൻ മണി അവിടെ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഞെട്ടിപ്പോയി. സമൂഹം ഒരു അറപ്പോടും വെറുപ്പോടും കൂടിയിട്ടാണ് നാടക നടികളെ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച പോലും എന്നെ ചവിട്ടി താഴ്ത്തിയിട്ട് വേറെ ആർട്ടിസ്റ്റിനെ വെച്ച കൺട്രോളർമാർ ഇവിടെയുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്നാണ്ട്? സുഖമായിരിക്കുന്നു. അപ്പം ഭഗവാന്റെ നടയിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കൂടിക്കാഴ്ച അവിചാരിതൊന്നുമല്ല, ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര പുറപ്പെടാനുള്ള ഉദ്ദേശത്തിലാണ്. യാത്ര എന്താണെന്നൊന്നും തൽക്കാലം പറയുന്നില്ല, രസം കളയുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് എറണാകുളത്ത് നിന്ന് പുറപ്പെടാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ ഒരു ചെറിയൊരു മാറ്റം വന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാത്തിനും സുരക്ഷ ഒരു നിമിത്തമുണ്ട്. നമ്മൾ ശരിക്കും കാരക്കാട് നിന്ന് കാണാനാണ് തീരുമാനിച്ചത്. അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് കാണാനാണ് തീരുമാനിച്ചത്. പക്ഷെ വരാൻ നമ്മുടെ ട്രാവലിംഗ് ഇത്തിരി ലേറ്റ് ആയപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഞാൻ കൃഷ്ണന്റെ ഭക്തയാണ്. അപ്പം ഈ അമ്പലം ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലമാണ്. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇത് നിങ്ങൾ ഈ അമ്പലത്തെക്കുറിച്ച് തന്നെ ഒരു പ്രോഗ്രാം എടുക്കണം കേട്ടോ. അത്രയും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം ഇവിടെ വന്ന് തൊഴാമെന്ന് കരുതി. അപ്പം എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് സുരേഷ് ഇവിടെ എത്തത്തില്ല അല്ലേ? നമ്മുടെ എറണാകുളത്ത് നിന്ന് പ്ലാൻ ചെയ്തു, കാരക്കാട് നിന്ന് പ്ലാൻ ചെയ്തു, പിന്നെ ഉളനാട് അമ്പലത്തിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ശരീരം വല്ലാണ്ടാകുന്നു. എന്തോ ഒരു പ്രത്യേകത ഇന്നുണ്ട്. അതെ 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 ഗുരുവായൂരപ്പൻ്റെ ഭയങ്കര ഭക്തിയാണ്. പക്ഷേ ഈ കൃഷ്ണനൊരു കുഴപ്പമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അങ്ങോട്ട് സ്നേഹിക്കുന്നോ പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം നമ്മളെ പരീക്ഷിക്കും. അതിൻ്റെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷണം ഭയങ്കരമായിട്ടുണ്ട്. എന്നാലും വഴക്കൊക്കെ ഉണ്ടാക്കും, വരുന്നില്ല, ഇനി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വന്ന് കണ്ടു പോകും. അതാണ് കൃഷ്ണ ഭഗവാന്റെ ഒരു കുഴപ്പം. ഇനി ഒരുപാട് പരീക്ഷണങ്ങളുണ്ടല്ലേ ജീവിതത്തിൽ, ഇനിയൊന്നും നേരിടാനാവുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പരീക്ഷണങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടി വന്നേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ ആൾക്കാർ വിചാരിക്കും മനപ്പൂർവ്വം ഗ്ലിസറിനൊക്കെ ഇട്ട് കരയുന്നതാണോ. ഗ്ലിസറിനിട്ട് കരയുന്നതല്ല കേട്ടോ, കണ്ണുനീര് വന്നു പോയതാ. അല്ലല്ല, ഞാൻ പുനലൂർ പത്തനംതിട്ടയിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിന് വന്നിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ വ്യാഴാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് ഏതാ കൃഷ്ണൻ്റെ അമ്പലം ഉള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, ഒരുപാട് പ്രത്യേകതകളാണ്. എന്നിട്ട് ഞാൻ അന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന് ഉളനാട്ടമ്പലത്തിൽ വന്ന് തൊഴുതുപോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ അവിടെ എത്തുന്നത്. അല്ല, ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ഉറി വഴിപാടാണ്. അത് കംപ്ലീറ്റ് ഉറികളാണ്. അത് നമുക്ക് ലഡു ഉണ്ട്, ശർക്കരയുണ്ട്, അവലുണ്ട്, വെണ്ണയുണ്ട്. ഇപ്പം അവിടെ നമ്മൾ കണ്ടോ, അത് അത്രയും പേര് ഈ ഉദിഷ്ട കാര്യത്തിന് അങ്ങനെയാണ്. അപ്പം ആ കാര്യം സാധിച്ചുകൊണ്ട് അവർ ഉറി വഴിപാട് അവിടെ നടത്തുക. എന്നിട്ട് ഉറിയിലുള്ള നമ്മുടെ നേർച്ച നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഉറി ഇത് നോക്കിക്കേ, ഉറി അവരിവിടെ കെട്ടും. ഇപ്പം ഞാൻ വന്നിട്ട് എനിക്കൊന്ന് 10-55 പേര് ഇന്നേ ദിവസം തന്നെ ഇവിടെ ഉറി വഴിപാട് നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിൽ സീമ വിചാരിച്ചിട്ടുണ്ട്, അത് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇവിടുന്ന് തന്നെ ഈ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് യാത്ര തുടരാം. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.
അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ സീമ ജി നായരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് ഒരു നടി എന്നുള്ളത് അപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാൻ പറയാണ്. ഒരു പക്ഷേ സ്റ്റേജ് പെർഫോമറാണ്, ഗംഭീര സ്റ്റേജ് പെർഫോമറാണ്. എൻ്റെ ചെറിയ വയസ്സിൽ 16-ാമത്തെ വയസ്സിൽ നാടക അരങ്ങിലാണ് ആവുന്ന ആളാണ്. പിന്നെ സീരിയൽ രംഗം, സിനിമ, പിന്നെ ആ രീതിയിൽ അല്ലെങ്കിൽ സീമയ്ക്ക് അർഹപ്പെട്ട രീതി വേഷങ്ങൾ വന്നിട്ടുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ സീമ എന്ന് പറയുന്ന അഭിനേത്രിക്കപ്പുറം ഒരു ഈ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഇപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൽ വെച്ചപ്പോഴും അവിടെ വന്ന ഒരു പയ്യൻ പോലും പറഞ്ഞത് ചേച്ചിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അറിയുന്നുള്ളതാണ് അല്ലേ? ശരിക്കും എനിക്ക് അതിനോട് ചേർത്ത് 2021 മദർ തെരേസയുടെ പേരിൽ അവാർഡ് കിട്ടി. ശരിക്കും ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് എങ്ങനെ ഉണ്ടാവുക? സഹായിക്കാനുള്ള മനസ്സ് അമ്മയിൽ നിന്നാണ് കിട്ടിയത്. കാരണം അമ്മ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിലും അമ്മ മറ്റുള്ള വീട്ടിൽ കഞ്ഞിക്കുള്ള വക കൊടുക്കുമായിരുന്നു. അന്ന് അമ്മ നാടക നടിയായിരുന്നു. നിസ്സാര പൈസ, ചേർത്തല സുമതി. അപ്പം നിസ്സാര പൈസയായിരുന്നു അന്ന് അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അമ്മ അത് സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് പലർക്കും വീട് വെച്ച് കൊടുക്കൽ, പല പെൺകുട്ടികളെയും കെട്ടിച്ച് വിടൽ. അപ്പം ഞാൻ ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മൂത്തത് ചേച്ചിയാണ്, രേണുകാ ഗിരിജൻ എന്ന് പറയും, പാട്ടുകാരിയാണ്. ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്, കാൽപ്പവൻ്റെ കമ്മൽ പോലും ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല എന്ന്, കാൽപ്പവൻ്റെ. പിന്നെ അതായത് പട്ടുസാരിയൊക്കെയാണല്ലോ നമ്മൾ കല്യാണത്തിന് ഉടുക്കുന്നത്. പട്ടുസാരി ഉടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ സീക്വൻസ് വെച്ച നമ്മുടെ ഇങ്ങനെ ഗിൽറ്റ് പോലെ നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന അങ്ങനത്തെ സാരിയാണ് അമ്മ അന്ന് മേടിച്ചു കൊടുത്തതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ ഒരു മനസ്സാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള. അമ്മയുടെ മനസ്സിൽ നിന്ന് കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സുരേഷ്, ഇതൊരിക്കലും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ ഒരു സ്തുതി പാഠകരെ ചുറ്റിനും കൊണ്ട് നടന്നിട്ട് സ്തുതി പാടിപ്പിക്കാൻ വേണ്ടിയോ ചെയ്തിട്ടില്ല. ഇത് സ്കൂൾ കാലം മുതൽ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ഒരു സാധാരണ ഫാമിലി ആയിരുന്നു, ശരിക്കും ഇടത്തരത്തിലും താഴെയുള്ള ഫാമിലി ആയിരുന്നു നമ്മൾ. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ഞാൻ പ്രത്യേകിച്ചൊരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രായമായപ്പോഴത്തേക്കിനും അമ്മ ക്യാൻസർ ബാധിതയായി, അമ്മയ്ക്ക് അസുഖം വന്നു. അപ്പോൾ RCC ചെല്ലുമ്പോഴാണ് ഞാൻ ഒരുപാട് പേരെ കാണുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ല, ട്രീറ്റ്മെൻറ്റിന് നിവൃത്തിയില്ല, ഡ്രസ്സിന് നിവൃത്തിയില്ലാത്തവരെ കാണുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ വന്നത്, എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ദൈവം ഒരാവത് തന്നാൽ നമ്മളെല്ലാവർക്കും വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ ആരെ അറിയിക്കാതെ ചെയ്തു. ശരണ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സംഭവം വന്ന് അവളുടെ 9ാമത്തെ സർജറി പുറം ലോകത്തേക്ക് പൈസ ഇല്ലാതെ വന്ന് കൈ നീട്ടുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാന്നുള്ളത് പുറമേ ഉള്ളവർക്ക് അറിയുന്നത്. അതായിരുന്നു എൻ്റെ ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു തുടക്കം. ആ യാത്രകൾ അറിഞ്ഞു തുടങ്ങിയത് അപ്പോഴാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണർ, അദ്ദേഹം ആ വേദിയിൽ സംസാരിച്ചപ്പോഴും ശരണയ്ക്ക് വേണ്ടിയിട്ട് അതെ ചെയ്ത കാര്യങ്ങൾ അത് പറഞ്ഞിരുന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ മോള് രാധാമാമൊക്കെ ആയിരുന്നു എനിക്ക് അവാർഡ് തരുന്ന അതിൻ്റെ ഇത്. അപ്പം അവരൊക്കെ ഈ അവാർഡ് ഇത് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുകയാണ് സുരേഷ്, ഞാൻ ഓരോ അവാർഡിന് വേണ്ടിയും ഒരു സാമൂഹിക പ്രവർത്തനവും ചെയ്തിട്ടില്ല. അവാർഡുകൾ എന്നിലേക്ക് വരികയാണ്. ഞാൻ ഒരിക്കലും അവാർഡുകളെ തേടി പോവാറില്ല. അതല്ല എൻ്റെ ലക്ഷ്യം. അവാർഡുകൾ മേടിക്കുക, അത് കുറച്ച് കൊണ്ടുവന്ന് വീട്ടിൽ നിരത്തി വെക്കുക എന്നുള്ളതല്ല. എത്രത്തോളം നന്മകൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സമൂഹത്തിന് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. തീർച്ചയായിട്ടും സീമയടുത്തേക്ക് നമ്മൾ വരാൻ കാരണം ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സീമയെ നമുക്ക് പരിചയപ്പെടുത്താവുന്നതിനല്ല, ഒരുപാട് പേർക്ക് മാതൃകയാക്കാവുന്ന, പ്രത്യേകിച്ച് സിനിമാ ലോകമാണ്. ഒരുപാട് അഹങ്കാരങ്ങളും ഈഗോസും അതൊക്കെ ഉള്ള അറിയാമല്ലോ. അവിടുന്ന് മറ്റുള്ളവരെ തനിക്ക് ആവുന്ന വിധത്തിൽ സഹായിക്കണമെന്ന് പറയുന്ന മനസ്സിനെ മറ്റുള്ളവർക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ PR വേണ്ടി ചെയ്യുന്നതുമല്ല. അതുകൊണ്ട് തന്നെയാണ് സീമയെ തേടിയെത്തിയത്. നമ്മൾ ഈ യാത്ര നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ യാത്രയുടെ ഈ കൗതുകമൊന്നും കളയുന്നില്ല. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അമ്മ സുമതി നാടക വളരെ പ്രശസ്തയായ നടിയാണ്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ്.
അമ്മയാണ് ശരിക്കും ഗോഡ് ഫാദർ അല്ലേ? അതെ. അമ്മ ഒരുപാട് എനിക്കൊന്ന് പണ്ട് ഇപ്പം തന്നെ നാടകത്തിൽ അഭിനയിക്കുന്നവർക്ക് അങ്ങനെ ഒരു വലിയ ഇതൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഇതിനെക്കാട്ടി മോശപ്പെട്ട അതെ അവസ്ഥ ഭയങ്കര മോശം. കാരണം നിസ്സാര തുച്ഛമായ പൈസ, ആ തുച്ഛമായ പൈസയിൽ 3 മക്കളെ വളർത്തണം. പിന്നെ അച്ഛൻ ഭയങ്കര പാവമായിരുന്നു. അപ്പൊ അച്ഛനൊരു ഗോപിനാഥൻ പിള്ള, അച്ഛന് ബിസിനസ് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു കടയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ കടയിൽ നിന്നും അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം 100 രൂപ ഇട്ടാൽ 150 രൂപയ്ക്ക് ആകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 100 രൂപ ഇട്ടാൽ 75 രൂപ നഷ്ടത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഒരു പക്ക ബിസിനസ്മാൻ ആയിരുന്നില്ല അച്ഛൻ. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്മാൻ അല്ലാത്ത ഒരു അച്ഛൻ്റെയും ഒട്ടും ആർത്തിയില്ലാത്ത ഒരു അമ്മയുടെയും മക്കളായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പറ്റാവുന്ന എല്ലാ കുഴപ്പങ്ങളും, നമുക്ക് സാമ്പത്തിക പരാധീനതകളും ബുദ്ധിമുട്ടുകളും, ഈവൻ ഭയങ്കര ബുദ്ധിമുട്ടുകളിൽ കൂടി നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മയായിരുന്നു ശരിക്കും റോൾ മോഡൽ. അച്ഛൻ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞു കുടുംബത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചു തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വളർന്നിരിക്കുന്നത്. അമ്മയെക്കുറിച്ച് അമ്മ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതെ അതെ. അമ്മയെക്കുറിച്ച് ഞാൻ കേട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. ഒരു പിന്നെ ക്യാൻസർ അവിടുത്തെ ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. എന്നിട്ട് കൊല്ലത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം കൊല്ലത്തൊന്ന് 2 നാടകമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത, നടി വന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞ് നാടകം മുടക്കാൻ പറ്റില്ല. നമ്മളവിടെ ചെന്നാൽ പിന്നെ അടിയും കൊണ്ടേ അവിടെ നിന്ന് പോരുള്ളൂ. എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവർക്കൊരിക്കലും പറ്റില്ല. അങ്ങനെ സർജറി കഴിഞ്ഞ് വരുമ്പം സൗദാമിനി എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു അമ്മയ്ക്ക് പകരം. ഇല്ല, സർജറി നമുക്ക് സാധാരണ സർജറി കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിനും നമ്മളെ എവിടെ നിന്ന് വിടും. കാരണം ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ടല്ലോ. കണ്ടെത്തിയത് ഓച്ചിറയിൽ ഒരിക്കലും നാടകം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓച്ചിറയിൽ താമസിച്ചുകൊണ്ടിരിക്കുക, നാടകം കഴിഞ്ഞു വന്ന്. അപ്പോൾ മോനെ എന്നുള്ള വിളി കേട്ടപ്പോൾ ബാത്റൂമിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഓടി ഞാൻ ചെന്നപ്പോഴത്തേക്കിനും അമ്മയുടെ ബ്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ പോലെ ഇരിക്കുന്നു, നിപ്പിളില്ല. നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ഒരു ആപ്പിൾ എങ്ങനെ ഇരിക്കുന്നോ ബ്രസ്റ്റ് ഇങ്ങനെ ഇരിക്കും, നിപ്പിളില്ലാതെ നിപ്പിളിൻ്റെ സ്ഥാനത്ത് ഒരു കുഴി. അപ്പം നമ്മളൊരിക്കലും ഈ ക്യാൻസർ അത്രയും അവയർനെസ് ഒന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നും നാടകമായതുകൊണ്ട് ഇങ്ങനെ തലവേദനയൊക്കെ വന്നിട്ട് ഇങ്ങനെ വല്ലതും സംഭവിച്ചു പോയതായിരിക്കും, നെഞ്ചുവേദനയൊക്കെ വന്ന് വല്ലതും സംഭവിച്ചതായിരിക്കും, നീർക്കെട്ടായിരിക്കും മക്കളെ, നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് പാവം അമ്മ കൊണ്ടു നടന്നു. ഇതെനിക്കും പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാനും വീട്ടുകാരോട് പറഞ്ഞില്ല. ആ നാടക സീസൺ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ചേച്ചി അമ്മയും കൂട്ടി സുധീന്ദ്ര മെഡിക്കൽ മിഷൻ എറണാകുളം കച്ചേരിപ്പടിയിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഡോക്ടേഴ്സ് ടെസ്റ്റ് പോലും ചെയ്യാതെ ഇത് കണ്ടപ്പോഴത്തേക്കിനും പറഞ്ഞത് അത് സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നിപ്പിള് വലിഞ്ഞുള്ളിലോട്ട് കയറിപ്പോയത്. അപ്പം അങ്ങനെയായിരുന്നു ക്യാൻസർ ഇതാണെന്ന്. പക്ഷെ എന്നിട്ടും അമ്മ പകരം ഒരാളെ കണ്ടെത്തുന്നത് വരെ ആ അസുഖം വെച്ച് അഭിനയിച്ചു എന്നുള്ളതാണ്. സംഘമിത്ര. അതെ. അപ്പോൾ ഈ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഹോസ്പിറ്റലിൽ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയ്ക്കും വലിയ വിവരവും ഉള്ള പ്രായമല്ല. ചേച്ചി അതും ഞാൻ പോയിട്ടില്ല, ചേച്ചിയാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് കരഞ്ഞിറങ്ങി ഇമ്മീഡിയറ്റ് ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, സംഘമിത്രയിലേക്ക് പകരം ഒരാൾ വരട്ടെ എനിക്ക് പകരം. അങ്ങനെയാണ് സൗദാമിനി എന്ന് പറഞ്ഞ ചേച്ചി വന്നത്. ചേച്ചി വന്ന് നാടകം നല്ലതുപോലെ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാ ദിവസവും എല്ലാവരും ഉറക്കം ആയിരിക്കുമല്ലോ, നാടകവണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഉറക്കമായിരിക്കും. അങ്ങനെ ചേർത്തല നമ്മുടെ എക്സ്റേ കവലയിലാണ് സൗദാമിനി ചേച്ചി നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നാടകവണ്ടി എക്സ്റേ കവലയും കഴിഞ്ഞ് വിട്ടുപോന്നു. ഡ്രൈവർ മാത്രം വണ്ടി ഓടിക്കുന്നുണ്ട്. ഇത് ഇന്നടുത്ത് ചേച്ചി നിൽക്കുമെന്നും ആരും പറഞ്ഞില്ല. പിന്നെ കൊല്ലത്ത് വന്ന്, അപ്പം ഞാൻ അമ്മയും കൊണ്ട് RCCന്ന് കൊല്ലത്ത് വന്ന് ഇങ്ങനെ ഡോറ് തുറക്കുമല്ലോ, നമ്മുടെ നാടകവണ്ടിയുടെ ഡോറ് തുറക്കുമ്പം അമ്മ ഇരുന്ന സീറ്റിലാണ് സൗദാമിനി ചേച്ചി ഇരിക്കുന്നത്. സൗദാമിനി ചേച്ചി ഇല്ല. ഞാൻ പെട്ടെന്ന്, അപ്പോൾ സതീഷേട്ട ഫ്രണ്ടിൽ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ഇരുന്ന് ഉറങ്ങുക. അപ്പം ഞാൻ പെട്ടെന്ന് സതീഷേട്ട കാലെ തട്ടിയിട്ട്, സതീഷേട്ട സൗദാമിനി ചേച്ചി എന്തിയെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോക്കുമ്പോൾ സൗദാമിനി ചേച്ചി ഇല്ല. പിന്നെ മൊബൈലില്ല. തിരിച്ച് ചേർത്തലയിൽ പോയി വിളിച്ചോണ്ട് വരാൻ പറ്റില്ല. ചേർത്തല ചേച്ചി എവിടാ നിൽക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. കാരണം ഏത് ഫോണിൽ വിളിച്ചിട്ട് പറയും, എവിടെ വിളിച്ച് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തകർന്നിരിക്കുക. ഒന്ന് കടപ്പുറത്താണ് നാടകം.
ഇങ്ങനെ അപ്പോഴേക്കും അമ്മ പറഞ്ഞു ഞാൻ കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന വഴി അപ്പം ഞാൻ കയറാൻ നിന്ന്. അപ്പം ഞാനിങ്ങനെ അമ്മയെ നോക്കി. അപ്പം എല്ലാവരും പറഞ്ഞു, സതീഷേട്ടനൊക്കെ പറഞ്ഞു സുമതി ചേച്ചി നടക്കത്തില്ല, എന്താ ചേച്ചി പറയണേ, ഇത്രയും വലിയ മേജർ സർജറി കഴിഞ്ഞു വന്ന്. അതിനെന്താ സതീഷേ ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കെ സൗദാമിനിയെ കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളെങ്ങനെയാണ് നാടകം മുടക്കണേന്ന് ചോദിച്ചു. എൻ്റെ സുരേഷേ, അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നല്ല, അന്ന് നാടകത്തിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരും മറന്നിട്ടില്ല. അമ്മ നാടകം ചെയ്യുമ്പോൾ അമ്മയുടെ ഈ ഡ്രസ്സിൽ നിന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഈ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്കും അറിയത്തില്ല ഇതെന്താണ് ഈ ഡ്രസ്സ് നനഞ്ഞു വരുന്നതെന്ന് അറിയത്തില്ല. ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് രണ്ട് സൈഡിലും ആർട്ടിസ്റ്റുകൾ നിന്നിട്ട് അമ്മ പറഞ്ഞു മരിച്ചു വീണാൽ ഞാനിവിടെ മരിച്ചു വീഴട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരു വയറുവേദന ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ ഷൂട്ടിംഗ് ഇങ്ങനെ മുടക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയാണ് അവിടെ ഞാൻ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കൂട്ടരോട് പറഞ്ഞു, ഈ ലിഗമെൻ്റ് എൻ്റെ വലത്തേക്കാല് ലിഗമെൻ്റ് ടയർ അടിച്ചിരുന്നിട്ട് എൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റാതിരുന്നപ്പോൾ പോലും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു സീരിയലുണ്ട് സുന്ദരി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ നിന്ന് കുറേ വിഷമങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ആ സീരിയലിൻ്റെ വർക്കിന് പോകും. ഞാൻ ഈ കാല് വയ്യാതെ കിടന്നിട്ടും ഡോക്ടേഴ്സ് കാല് അനക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും വണ്ടിയുടെ പുറകിൽ ഒരു തലയണയും വെച്ച് കാല് നീട്ടി വെച്ചിട്ട് ഞാൻ തിരുമുല്ലവാരത്ത് കൊല്ലത്ത് പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, അതായത് എൻ്റെ അമ്മയൊക്കെ എനിക്ക് പകർന്ന് നൽകിയ, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ചോറുണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇവരുടെ അന്നം കഴിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു നന്ദി സൂചകമായിട്ട് അത് തന്നെയാണ് അമ്മ നാടകത്തിന് ചെയ്തത്. അമ്മയുടെ ആ വാക്കുകൾ പിന്തുടർന്നിട്ടാണ് ഞാനും. വേദന കാല് കുത്താൻ പറ്റാത്ത, എനിക്ക് നിൽക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ പോലും ഞാൻ എൻ്റെ കാല് നിന്നിട്ട് ഞാൻ ഈ കൊല്ലത്തെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അമ്മയായിരുന്നു എല്ലാ അർത്ഥത്തിലും മാനുഷികമായിട്ടും തൊഴിൽപരമായിട്ടും അല്ല ആത്മാർത്ഥതയുടെ കാര്യത്തിലാണെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം അമ്മയായിരുന്നു റോൾ മോഡൽ. അല്ല, നമ്മൾ അങ്ങനെ ഒരു കലാകാരി ജീവിച്ചിരുന്നു പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം ഇതുകൊണ്ട് ഇത്രയും വേദനയോടുകൂടി ആയിരിക്കുമല്ലോ അമ്മ അവിടെ വന്ന പിന്നെ 2 നാടകങ്ങളെന്ന്. പിന്നെ അന്ന് 2 നാടകം, ആ 2 നാടകം കഴിഞ്ഞു. അത് അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴാണ് എൻ്റെ സഹോദരിയും സഹോദരനും ഇങ്ങനൊരു കാര്യം പറഞ്ഞ് അവരെന്നെ കൊല്ലില്ലേ, ഞാനിനി എന്നാ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അമ്മ ചെയ്തിരിക്കും. അപ്പം പക്ഷേ വീട്ടിൽ എനിക്ക് പറയാൻ പേടിയായിരുന്നു. കേൾക്കുന്നവരൊക്കെ വാ വിളിക്കില്ലേ, ഇത്രയും വലിയ സർജറിയും കഴിഞ്ഞു വന്ന് നേരെ വന്ന് ലോകത്താര വന്ന് സ്റ്റേജിൽ കയറുന്നത്. അതും ഈ ബ്രസ്റ്റിൽ നിന്നും ട്യൂബ് ഇട്ടിരിക്കുക, മുറിച്ച് മാറ്റപ്പെട്ട ബ്രസ്റ്റിൻ്റെ അവിടെ നിന്നും ഈ ട്യൂബ് ഇട്ടിരിക്കുക. ആ ട്യൂബിൻ്റെ സാധനം ഇവിടെ ഇരിക്കുക, ഇതും കൊണ്ട് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും നമുക്കുണ്ടായി കാണും. നമ്മളെ മുന്നോട്ട് നടത്തുന്നത് ചില നിശ്ചയദാർഢ്യങ്ങളാണ്. അപ്പം നമ്മൾ ആ ഒരു നിശ്ചയദാർഢ്യത്തിലൂടെ തന്നെ നമ്മൾ പലപ്പോഴും മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. അതൊക്കെ അമ്മയെ കണ്ടിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ശരണ്യ എന്ന് പറയുന്ന ആ കുട്ടിയിലേക്ക് ഒരുപക്ഷെ മലയാള സിനിമയിൽ വളരെ വളർന്നു വരേണ്ട താരം, വളരെ നല്ല തനിമയുള്ള കേരളീയ തനിമയുള്ള ഒരു കുട്ടി, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാള്. പക്ഷെ നമ്മൾ ഈ സർവൈവൽ എന്നൊക്കെ പറയുമ്പോൾ അവരെയാണ് ശരിക്കും നമ്മൾക്ക് അല്ലേ. അപ്പൊ അവര് എനിക്ക് തോന്നുന്നു ഈ അമ്മയുമായിട്ടുള്ള അത്രയും ഹൃദയബന്ധമായിരിക്കണം ശരണ്യയിലേക്ക് പഠിപ്പിക്കാൻ. തീർച്ചയായിട്ടും ശരണ്യെ ഞാൻ കാണുമ്പോൾ, ശരണ്യ ഒരു ആർട്ടിസ്റ്റ്, അതിലപ്പുറം നമ്മൾ വേറെ ഒന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വിചാരം ഈ കുട്ടിക്ക് സാമ്പത്തികമുള്ള, ഈ കൊച്ചിനെ കണ്ട ഭയങ്കര പണമുള്ളൊക്കെ വീട്ടിലെ അങ്ങനെ ഒരു കുഞ്ഞായിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. അതിഭയങ്കര സൗന്ദര്യവും ഒക്കെ കൂടിയായിട്ട്. അങ്ങനെ ഞാനവളെ കാണാൻ ചെല്ലുമ്പോഴാണ് അവളുടെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനൊരു അയ്യോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അച്ഛനില്ല, അമ്മയും 2 സഹോദരങ്ങളും ഉണ്ട്. നാട് കണ്ണൂർ, താമസിക്കുന്നത് തിരുവനന്തപുരം. ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അമ്മയും
അനിയനെയും അനിയത്തിയെ നോക്കണം, ഒരു കുടുംബത്തിൻ്റെ സർവത്ര ചെലവ് നോക്കണം, വാടക കൊടുക്കണം, ഈ കുട്ടികളെ പഠിപ്പിക്കണം, ഒരു കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ബാധ്യതകളും ഏറ്റെടുത്ത് അപ്പോഴും അവൾ ചിരിച്ചുകൊണ്ടാണ് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വലിയൊരു ടെഡി ബെയറും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അത്യാവശ്യം സാമ്പത്തികമുള്ള കുട്ടിയല്ലേ, അപ്പോൾ കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ ഇരിക്കട്ടെ അവക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ടാണ് ഞാൻ പോയത്. അസുഖമാണെന്ന് അറിഞ്ഞിരുന്നിട്ട് അന്ന് ഞാൻ നമ്മുടെ സംഘടനയുടെ ചുമതലയും കൂടി ഉണ്ടായിരുന്നു, ആത്മയുടെ TV ആർട്ടിസ്റ്റുകളുടെ. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് അവളെ കണ്ട് ഇറങ്ങുമ്പോഴാണ്, അപ്പോൾ അമ്മയൊക്കെ ഒരു സാധാരണ അമ്മ. അപ്പോഴാണ് ഞാൻ അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് ഒന്നുമില്ല, ബിഗ് സീറോയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണെന്ന്. അപ്പം ആരെങ്കിലും പറഞ്ഞിട്ട് സഹായിക്കാൻ ചെന്നതല്ല, അവരാവശ്യപ്പെട്ടിട്ട് സഹായിക്കാൻ ചെന്നതല്ല, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് വന്ന കുട്ടിയാണ് ശരണ്യ. അത് ഇത്ര വർഷം നോക്കിക്കോളാമെന്നോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നോക്കിയിട്ട് തിരിച്ചിട്ടിട്ട് പോകാമെന്നോ, അല്ല ഒരു പ്രാവശ്യം നോക്കിയില്ല, 2 പ്രാവശ്യം നോക്കിയില്ല, ഇത് മതി, എന്നെക്കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ആരാന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള തോന്നലുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലാതെ അവിടെ ചെന്നു, ആരൊക്കെയോ ആയിട്ട് തിരിച്ചിറങ്ങിപ്പോന്നു. അതാണ്. അവളും ഈ പറഞ്ഞതുപോലെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ചെല്ലുമ്പോൾ അവളുടെ ആരെങ്കിലുമായിട്ട് ഞാൻ മാറും എന്ന് അവളും പ്രതീക്ഷിച്ചിട്ടില്ല. അതൊരു നിമിത്തം പോലെ അവസാനം അവളുടെ മരണം ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ പോലും അത് കേൾക്കാനുള്ള ഒരു നിർഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ്. ആ റൂമിൽ ഞാനുണ്ടായിരുന്നു മരണം ഡിക്ലെയർ ചെയ്യുമ്പോൾ. കോവിഡ് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സർജറികൾ ചെയ്തു. 11 സർജറി ചെയ്തു. പിന്നെ നമ്മുടെ PRS ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും അവൾക്ക് ഓരോന്നോരോന്ന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ണിൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ മങ്ങുന്നു, അതിലേക്ക് അസുഖങ്ങൾ മാറുന്നു, പടരുന്നു. പിന്നെ വീണ്ടും സർജറിയിലേക്ക് പോകുന്നു. ലാസ്റ്റ് വീണ്ടും സർജറി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവൾക്ക് ഫിക്സ് വരുന്നു. അവിടുന്ന് വീണ്ടും അവളെ രക്ഷിക്കാൻ വേണ്ടി മാക്സിമം ഡോക്ടേഴ്സ് ശ്രമിക്കുന്നു. പിന്നെ ഐസൊലേഷൻ വാർഡിലായിരുന്നു. കോവിഡിൻ്റെ അത്യാവശ്യം നല്ല കോവിഡ് ഉള്ള സമയമല്ലേ, അപ്പോൾ അങ്ങനെ ഐസൊലേഷൻ ICUവിലായിരുന്നു അവളെ കിടത്തിയിരുന്നേ. ഇങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ താഴെ നിൽക്കുമായിരുന്നു, ഞാനും അവളുടെ ആങ്ങളയുടെ വൈഫും കൂടി. അപ്പോൾ മോളിൽ നിന്ന് ഫോൺ വന്നു, ഒന്ന് റൂമിലോട്ട് ഒന്ന് ICUവിലേക്ക് വരാമോ എന്ന് ചോദിച്ച്. ഞാൻ താഴെ പോയി നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തും കോവിഡ് വാർഡാണ്, അവിടെ ഇരുത്തത്തില്ല അവർ. അപ്പം അതിനകത്തും കയറ്റി നമ്മളെ നിർത്തത്തില്ലല്ലോ, ICU അല്ലേ. അപ്പോൾ ചെന്ന് ഞാൻ മുകളിലോട്ട് ചെല്ലുമ്പം ഇത് തീരുമാനിക്കാൻ, അതായത് കഴിഞ്ഞു എന്ന് തീരുമാനിക്കാൻ നമ്മളോട് ആ ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് ഡോക്ടർ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ചെന്നു, അത് കേൾക്കാൻ വേണ്ടി ചെന്നു. ഡോക്ടർ മറുപടിയും പറഞ്ഞു. ഇത് സുരേഷ് അമ്പലത്തിൽ തുടങ്ങിയപ്പോൾ പോലുള്ള കണ്ണുനീരാണല്ലോ സുരേഷ്, എന്ത് കഷ്ടം. അല്ല, എന്നാലും അവിടുന്ന് കയറിയപ്പോൾ മുതൽ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്ത് ഇങ്ങനൊരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇന്ന് ഓർക്കുമ്പോൾ ശരണ്യ ഒരു വലിയ നമ്മുടെ ആരൊക്കെ ആയിരുന്നു തോന്നുന്നല്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ എവിടെ ചെന്നാലും അതാ ഞാൻ ഈ ചില കാര്യങ്ങൾ എവിടെ ചെന്നാലും ശരണ്യയിൽ തുടങ്ങാത്ത, ശരണ്യയിൽ അവസാനിക്കാത്ത ഒരു ദിവസം എനിക്കില്ല. കാരണം എവിടെ ചെന്നാലും ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഫുൾ ടൈം അവളുണ്ടെങ്കിലും ആരെങ്കിലുമായിട്ട് അവളെക്കുറിച്ച് ഇങ്ങനെ എന്താ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൾ ചേച്ചിയമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ചേച്ചി അമ്മയോട് ചേർന്ന ആളാണ്. അതെ, ചേച്ചി അമ്മയും കൂടെ ചേർന്ന ആളാണ് ചേച്ചിയമ്മ. അങ്ങനെയാണ്. അതെ, അങ്ങനെയാണ് അവളായിട്ട് നമുക്കൊരു പേര് ഇട്ട് തന്നത്. ഭയങ്കര ഒരു ആത്മബന്ധം, ചിലപ്പോൾ ഒരു മുൻജന്മ ബന്ധമായിരിക്കാം, അതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ വരില്ലല്ലോ. ഇപ്പം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അറിയാതെ കടന്നു വന്ന ഒരുപാട് പേരുണ്ട്. അതായത് എന്നിൽ നിന്നും വേർവിട്ടു പോയ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും എന്നിൽ അറിയാതെയോ അറിഞ്ഞോ, അല്ല അറിയാതെ തന്നെ വന്നവർ, അറിഞ്ഞു വന്നവരില്ല. അതിലൊരുപാട് പേരുടെ മരണം എന്നെ ഭയങ്കരമായിട്ടും തളർത്തിയിട്ടുണ്ട്. അതൊക്കെ തളരുമ്പോൾ വീണ്ടും എനിക്ക് ഓരോരോ വയ്യാഴിക വന്നുകൊണ്ടിരിക്കുമോ. ഈ മെൻ്റലി നമ്മൾ അപ്സെറ്റ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കയറി വരും.
അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് വിടപറയലുകൾ എൻ്റെ ലൈഫിൽ, ജീവിതത്തിൽ നിന്ന് മൊത്തത്തിൽ വിട്ടിട്ട് പോയ ഒരുപാട് പേരുണ്ട് എൻ്റെ ലൈഫിൽ. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഇത്രയും മാത്രം ഈ പരീക്ഷണത്തിന് വിധേയമാകുന്നത്? അപ്പം എനിക്കറിയില്ല. അപ്പം ചിലപ്പം എല്ലാവരും എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് അതിലെന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ ദൈവം പരീക്ഷിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, എന്തിന്? ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്നവരെ, എപ്പോഴും ഈശ്വരനെ മാത്രം വിളിച്ച് ജീവിക്കുന്നവരെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? പരീക്ഷിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ കിടക്കുന്നില്ലേ? അപ്പോൾ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ മാത്രം ആണ് നമുക്ക് ലൈഫിൽ മുന്നോട്ട് തരുന്നതെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, അത് ചില സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അതായിരിക്കാം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണലായി പോകുന്നത്. നമ്മൾ ഈ ഇത്തരം ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ ഈ ക്യാൻസർ രോഗികള്, വൃക്ക രോഗികള്, ഈ സ്നോഫീലിയ പറഞ്ഞ ആൾക്കാര്, ഇവരെയൊക്കെ സഹായിക്കാൻ ഇപ്പൊ നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ സിനിമ കൂട്ടായ്മകളൊക്കെ സഹായിക്കാറുണ്ടോ? അവരുടെ സഹായങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഞാൻ സത്യത്തിൽ അങ്ങനെ ആരോടും സഹായം സുരക്ഷ ചോദിക്കാറില്ല. ഞാൻ ചിലപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പം ഇഷ്ടമായിട്ടില്ല എന്ന് വരും, ചിലപ്പം അവർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് ആരോടും ചോദിക്കില്ല. ഇനി അവർ നോ പറഞ്ഞാൽ, അവർ സഹായിച്ചില്ലെങ്കിൽ പിന്നെയും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ അവരെ കാണേണ്ടതാണ്. പിന്നെപ്പോൾ അവർക്കതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. അകമഴിഞ്ഞ് സഹായിച്ചിരിക്കുന്നത് കലാഭവൻ മണിയാണ്. അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല. പലപ്പോഴും പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ചില സെറ്റുകളിൽ ഇരിക്കുമ്പോൾ, പുള്ളിമാൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ സെറ്റ് ഒരുപാട് വർഷം മുമ്പാണ്, ആ പടത്തിൻ്റെ സെറ്റിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ ജീവിതത്തിൽ ഗുരുതരമായ രോഗം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ കേരളത്തിൽ ചെയ്യുമായിരുന്നു. വിഷ് ഗ്രാൻഡിങ് ചെയ്യുമായിരുന്നു. അത് വിഷ് ഗ്രാൻഡിങ് അവരെന്ത് ആഗ്രഹിക്കുന്നു അത് നമ്മൾ നടത്തി കൊടുക്കും. അതെ, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരിക്കൽ 63 കുഞ്ഞുങ്ങളുടെ വിഷായിരുന്നു നമ്മൾ അന്ന് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, ഇങ്ങനെ കുറേ നേരമായല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നു, ആകെ മൂഡൗട്ടായിട്ടിരിക്കണമല്ലോ, എന്ത് പറ്റി? അപ്പം ഞാൻ പറഞ്ഞു, എന്നെക്കാട്ടിലും പുള്ളി ഇളയതാ, പക്ഷെ ഞാൻ പുള്ളിയെ മണിച്ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മണിച്ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് സാരമില്ല, അതിനിയും ഡേറ്റ് ഉണ്ടല്ലോ, അതിനിപ്പോഴേ എന്തിനാ ഇങ്ങനെ കിടന്ന് വിഷമിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല ചേട്ടാ, 43 കുഞ്ഞുങ്ങൾ ചോദിച്ചിരിക്കുന്നത് സൈക്കിളാണ്. അയ്യോ, ഒരു പല രോഗങ്ങൾക്കൊന്ന് ഇത് തന്നെ. അതായത് പിന്നെ HIV ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്, ബ്രെയിൻ ട്യൂമറുണ്ട്, ബ്ലഡ് ക്യാൻസർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. പക്ഷെ അവർക്കറിയത്തില്ല അവർ പോകും എന്നുള്ളത് അറിയത്തില്ല, അങ്ങനത്തെ കുഞ്ഞുങ്ങൾ. അപ്പം എന്നോട് പറഞ്ഞ്, വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ കൊണ്ട് തരുമെന്നേ, ദൈവം അതൊക്കെ കൊണ്ട് തരും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം വരെ ഒന്നും ആയിട്ടില്ല. തലേ ദിവസം ആയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ, ആ 43 സൈക്കിൾ അവിടെ എത്തിക്കോളും എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ തൃശ്ശൂർ ദാസ് കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ വെച്ചിട്ടാണ് ചടങ്ങ് തീരുമാനിച്ചിരിക്കണേ. അങ്ങനെ ആ 43 സൈക്കിളും അവിടെ എത്തി. അത് മാത്രവുമല്ല, അദ്ദേഹം ഒരു നാടൻ പാട്ടിൻ്റെ സംഘത്തെ പറഞ്ഞു വിട്ടു. ഇനി അതും മാത്രമല്ല, പ്രോഗ്രാം തുടങ്ങി ഇത്തിരി കഴിയുമ്പോൾ സാക്ഷാൽ കലാഭവൻ മണി അവിടെ വന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞാൻ ഒരു സൂചന പോലും തന്നില്ല. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ ആട്ടും പാട്ടും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചിട്ടാണ് പുള്ളി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അത്രയും തലേ ദിവസം 2 ദിവസം മുമ്പ് വരെ ആരും ഉണ്ടാവില്ല, എവിടെ നിന്ന് ആൾ വരുന്നുണ്ട്, ദൈവമായിട്ട് പുള്ളിയെ കൊണ്ടെത്തിച്ച് തന്നു എന്നുള്ളതാണ്. അങ്ങനെ പുള്ളിയാണ് ശരിക്കും പറഞ്ഞ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ആരും അങ്ങനെ വേറെ ആരുടെ മുമ്പിലേക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പോയിട്ടില്ല. ശരണ്യയുടെ കാര്യം പറഞ്ഞും ഞാൻ ഒരു സിനിമാക്കാരുടെയും പുറകെ പോയിട്ടില്ല. ആരെങ്കിലും അറിഞ്ഞെന്തെങ്കിലും ആ കുട്ടിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും, അല്ലാതെ ഞാൻ ഈ ഒരു പേരും പറഞ്ഞ് ആരുടെയും പുറകെ പോവില്ല. അപ്പൊ എനിക്ക് റീസെന്റ് ഞാൻ ഒരു ചോദ്യം എന്ന് പറഞ്ഞൊരു കുട്ടിയെ കുറിച്ച്, പിന്നെ അസ്ഥിരോഗമൊക്കെ വന്ന ഒരു കുട്ടിയാണ് അല്ലെ, അവളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു സ്റ്റുഡിയോ നിന്ന് പാടണം എന്നുള്ളത്. അതിലേക്ക് ചോദ്യയിലേക്കും
ഞാൻ ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാട്ടിലൂടെയാണ് ഞാൻ എന്നെ ഒരു ദിവസം പിന്നെ മനോരമയിലുള്ള മറ്റേ വിവേകാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതെ, അതെന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ നമ്മുടെ പേജിൽ, അപ്പം ഞാൻ പേജ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പേജ് നോക്കും. അപ്പോൾ ഈ മോളുടെ ഒരു മെസ്സേജ് വന്നു, അതിലേക്ക് എനിക്കിങ്ങനെ പാട്ട് പാടണം എന്നൊരു ആഗ്രഹമുണ്ട്, ചേച്ചിയുടെ നമ്പർ എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മെസ്സഞ്ചറിൽ വന്ന് നമ്പർ ഇടുമെന്ന് പറഞ്ഞു. മെസ്സഞ്ചറിൽ വന്ന് നമ്പർ ഇട്ടപ്പോഴാണ് ഒന്ന് ആലോചിക്കണം സുരേഷേ, ഇങ്ങനെ വയ്യാത്ത ഒരു കുഞ്ഞിനെ കൂടി ഈ നാട്ടുകാർ കളിപ്പിച്ചിട്ടുണ്ട്. പലരും ഇവളെ പാടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഭയങ്കര പ്രതീക്ഷ കൊടുത്തിട്ട് ലാസ്റ്റ് ഏതോ ഒരു മ്യൂസിക് ചെയ്യുന്ന ഒരുത്തൻ അവൻ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് സ്റ്റുഡിയോയുടെ റെൻറ്റ്, മ്യൂസിക്കിൻ്റെ ഇത്, ഓർക്കസ്ട്രേഷൻ്റെ പൈസ എല്ലാം കൊടുക്കണമെന്ന്. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ, എനിക്ക് യാതൊരു വിധത്തിലുള്ള മാർഗ്ഗവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ അതൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നടക്കില്ല എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ അങ്ങനെ അവളെ 2 കൂട്ടർ അവളെ ഭയങ്കരമായിട്ട് കളിപ്പിച്ചു. അവളും കൃഷ്ണഭക്തയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ മ്യൂസിക് ഡയറക്ടറാണ്, അല്ല MG അനിൽ. അങ്ങനെ അണ്ണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അണ്ണ എനിക്കൊരു പാട്ട് മ്യൂസിക് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അണ്ണൻ മ്യൂസിക് ചെയ്ത് തന്ന്. ഞാൻ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് ചെന്ന സമയത്ത് അതിന് മുമ്പ് ഞാൻ ചോദിക്ക് പാട്ട് അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞു മോള് ഇന്ന സ്റ്റുഡിയോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ അവിടെ കൊണ്ടുവന്ന് പാടിച്ചു. അപ്പോൾ അവൾ ഒരുപാട് വർഷം മുമ്പ് ഗുരുവായൂർ പോയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് ഗുരുവായൂർ ഞാൻ കൊണ്ടുപോകാം, ഗുരുവായൂർ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ദേവസ്വത്തിൽ കെട്ടേണ്ട പൈസയെല്ലാം നമ്മൾ കെട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ആ ഒരു പാട്ടെടുത്തിട്ട് വിവേക് വഴിയാണ് നമ്മളത് മനോരമ മ്യൂസിക്കിന് കൊടുക്കുന്നത്. കാരണം വിവേകാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ലിറിക്സാണ് അതിൻ്റെ. വിവേക് നല്ല പോലെ എഴുതിയിട്ടുണ്ട്. അവളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അവളത് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പം എൻ്റെ പേര് പോലെയാണ്, അതിരിനതീതമായിട്ടാണ് ഓരോന്നും ഞാൻ സീമ എന്ന് പറയുമ്പോൾ അതിർത്തി എന്ന് പറയും, അതിരെന്ന് പറയും. അപ്പോൾ അത് എൻ്റെ പ്രവർത്തനങ്ങൾക്കോ എൻ്റെ സ്നേഹത്തിനോ എൻ്റെ ചെയ്തികൾക്കോ ഒരു അതിർവരമ്പുകളില്ല. അതിരിനപ്പുറത്തേക്കാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. ചിലവർ എന്നെ ബ്രോക്കർ എന്ന് വിളിക്കും. എന്താണെന്നറിയാമോ? അതെന്നെ കളിയാക്കിയെന്ന് പറഞ്ഞാൽ കുത്തി വിളിക്കുന്നതാണ്. അവർ പറയുന്നത് യഥാർത്ഥ ദാനശീലരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബ്രോക്കറാണ് ഞാനെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയത്തില്ല. നടിയാകരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും പിന്നെ ഇവരുടെ കൂടെ പിന്നെ RLB സ്കൂളിൽ പാട്ട് പഠിക്കാൻ പോയതാണ്. എന്തുകൊണ്ടാണ് ഈ അഭിനയ രംഗത്തേക്ക്? അത് ഞാൻ എപ്പോഴും പറയും, തലേവരെ ആയിരിക്കും. ഇപ്പം ദൈവം നമ്മളൊന്ന് മനസ്സിൽ കാണുന്നു, ദൈവം മറ്റൊന്ന് നമുക്കായിട്ട് വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അഭിനയിക്കാൻ, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അഭിനയിക്കാൻ. അപ്പം ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഞാൻ എങ്ങനെ നടിയായി എനിക്ക് പോലും സത്യം പറഞ്ഞാൽ അഭിനയിക്കേണ്ട എന്നൊരു തീരുമാനം വന്നത് അമ്മ അനുഭവിച്ച വിഷമങ്ങൾ കാരണം. അമ്മ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ സമൂഹം ഒരു അറപ്പോടും വെറുപ്പോടും കൂടിയിട്ടാണ് നാടക നടികളെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു വെറുപ്പ് ഇനി അമ്മയുടെ മക്കൾക്ക് ഉണ്ടാകരുത്, ഒരു മക്കൾക്കും ഉണ്ടാകരുതെന്ന് അമ്മ ആഗ്രഹിച്ചു. 2 മക്കൾ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അപ്പം അമ്മയുടെ 2 മക്കള് അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ കലാരംഗത്തുണ്ട്, പക്ഷെ അഭിനയ രംഗത്തേക്ക് വരാതെ പോയി. അമ്മ എന്ത് ആഗ്രഹിച്ചോ അത് ഞാനായി തീരുകയും ചെയ്തു. അമ്മയുടെ കഴിവും അമ്മയുടെ ഒരു ഇതുമൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ അങ്ങോട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുകയും. ഇല്ല, അവർ പെട്ടെന്ന് കൊച്ചിൻ സംഘമിത്രയിലെ സതീഷ് ഏട്ടനൊക്കെ നാടകത്തിൽ ആർട്ടിസ്റ്റിനെ കിട്ടാതെ വന്നപ്പം ആരോ പറഞ്ഞു ഇങ്ങനെ ചേർത്തല സുമതി ചേച്ചിക്ക് ഒരു മോളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടാൻ പോയിരിക്കുക. ഞാൻ ചെറിയ പെൺകുട്ടിയാണല്ലോ. അപ്പം ഞാൻ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ അപരിചിതരായ 2 പേര് വീട്ടിലിരിക്കുന്നു. ഇതാരാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നാടകം. അപ്പോൾ അമ്മ അതിനില്ലല്ലോ, അമ്മ കൊച്ചിൻ അനുപമയിൽ അഭിനയിക്കാൻ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല എനിക്ക് വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്തം വിട്ടുപോയി. എനിക്ക് വേണ്ടിയിട്ടോ? ഒരിക്കലും നടക്കത്തില്ല, അത് നടക്കത്തില്ല, എനിക്ക് അഭിനയിക്കാനേ അറിയത്തില്ലെന്ന് പറഞ്ഞു.
അപ്പോൾ ഈ സതീഷ് ചേട്ടനൊക്കെ കൂടെ പറഞ്ഞു അഭിനയിക്കാൻ അറിയണ്ട, വെറുതെ നമ്മൾ വീട്ടിലെങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഫോണില്ലാത്ത കാലമല്ലേ, അമ്മയെ അറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു 10 ദിവസത്തേക്കിന് മതി, നമ്മുടെ ഓണ സീസൺ, അത് കഴിഞ്ഞിട്ട് കുട്ടി പഠിക്കാൻ പൊക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അവരുടെ പുള്ളിയുടെ വാക്കും കേട്ട് പിന്നെ ഒരുപാട് കൂടിയാലോചനകൾക്ക് ശേഷം 10 ദിവസമൊന്നും പറഞ്ഞ് പോയതാ. അപ്പം അന്നത്തെ നാടകത്തിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ടല്ലേ നാടകം പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാനിപ്പം നമ്മൾ സുരേഷും ഞാൻ സംസാരിക്കണ പോലെയാണ്. ഞാൻ സ്റ്റേജിൽ കയറി നിന്ന് വർത്താനം പറയുമായിരുന്നു. ആ വർത്താനം പറച്ചിലാണ് ഭയങ്കര ഒരു വിപ്ലവം സൃഷ്ടിച്ച പോലെ ആയിപ്പോയി. ജനങ്ങളും കൗതുകമായിപ്പോയി. ഇതിനെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കുട്ടി, ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു കുട്ടി. 17 ആയിട്ടില്ല, 17ലേക്ക് കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയത്തിലേക്ക് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ അഭിനയിക്കാറില്ല. പാട്ട് പഠിക്കാൻ പോയി എന്ന് പറഞ്ഞു. സീമയുടെ ശബ്ദം ഭയങ്കര സൗണ്ട് കൊണ്ട് അന്ന് ഇത് തന്നെയായിരുന്നു സൗണ്ട് അല്ല, പിന്നെയാണ് അങ്ങനത്തെ സൗണ്ടൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ പാടുമ്പോൾ ഇങ്ങനത്തെ സൗണ്ടല്ല, ഇച്ചിരി നല്ല സൗണ്ടാണ്. അപ്പോൾ അന്ന് ഞാൻ സ്കൂളിൽ പാട്ടുകാരിയായിരുന്നു. സ്കൂളിൽ എല്ലാ മത്സരങ്ങൾക്കും ഫസ്റ്റ് മേടിക്കുകയും എന്ത് യൂത്ത് ഫെസ്റ്റിവലിന് പോയാലും ലൈറ്റ് മ്യൂസിക്കിന് പ്രൈസും കൊണ്ട് വന്നിരുന്ന സ്കൂളുമാണ്. അവിടുത്തെ ഒട്ടും പഠിക്കാത്ത കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ ജയിച്ചു പോകുമായിരുന്നു, അത്യാവശ്യം ജയിച്ച് ഞാൻ പോകുമായിരുന്നു. പക്ഷെ പഠിക്കാനായിട്ട് ഇച്ചിരി മടിച്ചായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ പാടുമ്പം ഇച്ചിരി വ്യത്യസ്തമായ സൗണ്ടാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലച്ചലച്ച് ഇങ്ങനെയായി. അതായത് ഇങ്ങനെ നാട്ടുകാരോട് മുഴുവനും ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുമല്ലേ. എന്നാലല്ലേ എന്നോട് പല ഡയറക്ടേഴ്സും ഒരു ദിവസം നമ്മുടെ ജീജ സുരേന്ദ്രനില്ലേ, ജീജ ചേച്ചി മൃദുഭാവേ ദൃഢഹൃദയ എന്ന് പറഞ്ഞൊരു പടം, ഷാജുൻ കരിയാൽ സാറിൻ്റെ ഒരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. ആകെ ജീജ ചേച്ചി 1-2 ദിവസമാണ് അന്ന് എൻ്റെ കൂടെ വർക്കിനുണ്ടായിരുന്നത്. സനം ജീജ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സീമ, നീ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചെവിയും വായും വേദനിക്കുന്നു. അതുകൊണ്ട് നീ ഫോണൊന്ന് ഓഫ് ചെയ്ത് മോളെ, ഇങ്ങനെ നീ സംസാരിക്കരുത്, നിൻ്റെ ചെവിയും ഒക്കെ അടിച്ചു പോകുവേ എന്ന് പറഞ്ഞു. കാരണം ഇതുപോലെ സംസാരിച്ച് പറഞ്ഞ് ആൾക്കാരോട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തെങ്കിലും ഇത് നമുക്കൊരു 10 രൂപയെങ്കിലും ഒരാളെ സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും ഈ ആൾക്കാർക്ക് സുരേഷേ മനസ്സിലാവണില്ലല്ലോ. നമ്മുടെ ബുദ്ധിമുട്ടും നമ്മളുടെ ആ ഇതൊന്നും മനസ്സിലാകുന്നില്ല. പറയുന്നവർ പറയട്ടെ. പക്ഷേ ഈ നടിയായി മാറിയതിൽ, അഭിനേത്രിയായി മാറിയതിൽ ഇപ്പം വിഷമമൊന്നുമില്ലല്ലോ. വിഷമമുണ്ട്, തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു വേറെ മാർഗം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ ഭയങ്കര ജീവിത സാഹചര്യം ഭയങ്കര ഉയർന്നതായിരുന്നെങ്കിൽ, അല്ലെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എന്നേ ഇത് നിർത്തിയേനെ. ഇപ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം വേറൊന്നുമല്ല സുരേഷ്, ആദ്യം സുരേഷ് ഇൻ്റർവ്യൂ തുടങ്ങിയപ്പം ഒരു കാര്യം പറഞ്ഞിട്ട് സുരേഷ് പറഞ്ഞു, അതിലേക്കൊന്നും ഞാൻ ഇപ്പം കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് സീമയ്ക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരമോ റോളുകളോ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കും സംശയമാണെന്ന് പറഞ്ഞിട്ടാണ് ആ വാക്ക് ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഇത് ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇപ്പോഴും റീസെൻ്റായിട്ട് ഈവൻ കഴിഞ്ഞ ആഴ്ച പോലും എന്നെ ചവിട്ടി താഴ്ത്തിയിട്ട് വേറെ ആർട്ടിസ്റ്റിനെ വെച്ച കൺട്രോളർമാർ ഇവിടെയുണ്ട്, എന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട്. അത് കൺട്രോളറുടെ പേര് പറയുന്നില്ല. എനിക്ക് സംസാരിച്ച് നമ്മുടെ സ്ഥലമെത്തി എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നമ്മൾ ശരിക്കും യാത്ര ഉദ്ദേശ ലക്ഷ്യം, അതെ, ലക്ഷ്യത്തിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ആ ലക്ഷ്യം പറഞ്ഞില്ല. കാഴ്ചകൾ നമുക്ക് ഇനി കാണാം.